വെള്ളിയാഴ്ച രാവിലെ ഉള്ള പെബിൾസിൽ തന്ന സ്റ്റോക്കിലായിരുന്നു എക്സൈഡ് ഇന്ത്യ. ശനിയാഴ്ച വെള്ളിയാഴ്ച തന്നെ സംതിങ് അറൗണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നിഫ്റ്റി നമ്മൾ പറഞ്ഞ ലെവലിൽ തന്നെയാണ് നിഫ്റ്റി വർക്ക് ചെയ്യുന്നത് അല്ലേ. നമ്മൾ ഏത് ലെവൽ വരച്ചിട്ടോ, ഈ ലെവലൊക്കെ ഞാൻ 2 ദിവസം മുമ്പ് വരച്ചിട്ടുള്ള ലെവൽസ് ആണ്. ഈ റെഡ് ഈ ഒരു സ്ട്രിപ്പിൽ ടച്ച് ചെയ്തിട്ടാണ് നിഫ്റ്റി താഴത്തേക്ക് പോയത്. അത് നമ്മൾ 2 ദിവസം മുമ്പ് പറഞ്ഞതാണ്. സോ നിഫ്റ്റി നമ്മുടെ അനാലിസിസ് നമ്മൾ പറയുന്ന അതേ ലെവലിൽ തന്നെയാണ് നിഫ്റ്റി ആക്ട് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇപ്പോഴും തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ടാണ് കൂടുതൽ ടെക്നിക്കൽ ചാർട്ട്സിൽ ഞാൻ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടുള്ളത്. സോ നമുക്ക് ബൈ വെനസ്ഡേയോടുകൂടി നമുക്ക് വീണ്ടും ടെക്നിക്കൽ ചാർട്ട്സിനോടൊപ്പം തന്നെ ബാക്കിയുള്ള ഇൻഫർമേഷനിലേക്ക് കൂടെ നമുക്ക് തിരിച്ച് കടക്കാൻ സാധിക്കും. നിങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പുതിയ ഒരു സെക്ഷൻ, അതായത് എന്താ പറയണ്ടേ, ഈ സ്റ്റോക്ക് ലാഭം തരുമോ എന്നുള്ളൊരു സെക്ഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ആ സെക്ഷനിൽ നമുക്ക് കിടക്കാം. കഴിഞ്ഞ 2 ദിവസം വന്ന സ്റ്റോക്കുകളുടെ അനാലിസിസ് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാം. 400 ഓപ്പൺ ചെയ്യാൻ 447 അത് ഹൈ പോയ 476 സംതിങ് അറൗണ്ട് 30 രൂപയാണ് കയറി. ഇപ്പോഴാണെന്ന് വെച്ചാൽ 7% ആണ് അന്ന് എക്സൈഡിൻ്റെ കൊടുത്ത റിട്ടേൺ. പെബിൾസ് വെള്ളിയാഴ്ച രാവിലെ മോർണിംഗ് 6 മണിയുടെ വീഡിയോയിൽ പറഞ്ഞ ഒരു സ്റ്റോക്കാണിത്. അതുപോലെ തന്നെ സബിതാവിൽ അന്ന് വെള്ളിയാഴ്ച ഓപ്പൺ ചെയ്തത് 574 അത് ഹൈ പോയത് 609. സോ സംതിങ് അറൗണ്ട് 6% അന്ന് അപ്രീസിയേഷൻ കൊടുത്തു. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ കോപ്പർ ഓപ്പൺ ചെയ്ത് 384 T7 വരെ ഹൈ പോയി. സോ സംതിങ് അറൗണ്ട് ഒരു 4%ഓളം അതും ഒരു അപ്രീസിയേഷൻ കൊടുത്ത സ്റ്റോക്കാണ് വെള്ളിയാഴ്ച. ധാരിക അഗ്രി നമ്മൾ വെള്ളിയാഴ്ച രാവിലെ പറഞ്ഞ സ്റ്റോക്കാണ്. വെള്ളിയാഴ്ച രാവിലെ തലേദിവസത്തെ ക്ലോസിംഗ് എന്ന് പറയുന്നത് വ്യാഴാഴ്ചത്തെ ക്ലോസിംഗ് 1349 ആണ്. വെള്ളിയാഴ്ചത്തെ ഹൈ 1424 ആണ്. സോ സംതിങ് അറൗണ്ട് ഒരു 80 രൂപയോളം ഒരു അപ്രീസിയേഷൻ കൊടുത്ത സ്റ്റോക്കാണ് വെള്ളിയാഴ്ച. ദാറ്റ് മീൻസ് 1349 നിന്നും 80 രൂപ എന്ന് പറയുമ്പോൾ സംതിങ് അറൗണ്ട് 6.5% അപ്രീസിയേഷൻ കൊടുത്ത സ്റ്റോക്ക്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ സ്റ്റോക്കുകളൊക്കെ റെക്കമെൻഡേഷൻ ആയിട്ടല്ല നിങ്ങളോട് പറയുന്നത്. ഇതിൻ്റെയൊക്കെ ബൈയോ സെല്ലോ ഞാൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നില്ല. ഇതിൻ്റെയൊക്കെ എൻട്രി ലെവൽ എക്സൽ ലെവലും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഇതിൻ്റെയൊക്കെ സ്റ്റോപ്പ് ലോസും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഇതൊക്കെ സ്ട്രോങ് സ്റ്റോക്കായിട്ട് മാർക്കറ്റ് ചെയ്യുന്ന സ്റ്റോക്കുകളായതുകൊണ്ട് മാത്രമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എൻട്രി എക്സിറ്റ് അതിൻ്റെ അകത്തുള്ള സക്സസ് ഫെയിലറൊക്കെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി മാത്രമാണെന്ന് എടുത്തു പറയുന്നു. നമുക്ക് ഇന്ന് മാർക്കറ്റ് സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നമുക്കൊന്ന് അപ്ഗ്രേഡിക്കാം. സോ ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് മോട്ടോഴ്സ് ആണ്. ഫോഴ്സ് മോട്ടോഴ്സ് നിങ്ങൾ നോക്കണം. ഫോഴ്സ് മോട്ടോഴ്സ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ്. ഫോഴ്സ് മോട്ടോഴ്സ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സോൺ അതിൻ്റെ ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ ഒരു റെസിഡൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ സോണാണ് ഫോഴ്സ് മോട്ടോഴ്സ് റെസിഡൻസ് സോൺ. സോ ഈ ഒരു സോൺ കട്ട് ചെയ്ത് പോയാൽ സ്റ്റോക്കിന് കയറിപ്പുള്ള സാധ്യതകളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു സോൺ എന്ന് പറയുന്നത് 10,243ക്കും 10,036 ഇടയ്ക്കുള്ള സോണാണ്. തീർച്ചയായും സോൺ നിങ്ങൾ കരുതിയിരിക്കുക. അടുത്ത ശക്തി പമ്പ്സ് ആണ്. ശക്തി പമ്പ്സും എന്താ പറയണ്ടേ, ഒരു ശക്തി പമ്പ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻസൈഡ് ക്യാൻഡിലാണ് നിൽക്കുന്നത് പറയാൻ സാധിക്കും. ഇൻസൈഡ് ക്യാൻഡിൽ എന്താ പറയണ്ടേ, ഒരു ഇൻസൈഡ് ക്യാൻഡിൽ വോൾട്ടേജിൽ നിൽക്കുന്നതാണ്. ബ്രേക്ക്ഔട്ട് ഏത് സൈഡിലേക്ക് വരുന്നു ആ സൈഡിലേക്ക് ഫോഴ്സ് കൂടാനുള്ള സാധ്യതയുണ്ട്. കാര്യം RSI മൊമെന്റം ഭയങ്കര സ്ട്രോങ് ആണ് ഈ സ്റ്റോക്കിന്. അത് ഹിന്ദുസ്ഥാൻ കോപ്പർ ആണ്. ഹിന്ദുസ്ഥാൻ കോപ്പർ നമ്മുടെ 2 ദിവസം മുമ്പത്തെ ലിസ്റ്റിലുണ്ടായിരുന്നു. അതേ സ്റ്റോക്ക് തന്നെയാണ്. പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടില്ല. ഞാൻ റെഫറൻസ് വരച്ച് എൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട്. സബിതാവിൽ വീണ്ടും നമ്മുടെ വെള്ളിയാഴ്ച രാവിലെ മാർക്കറ്റിൽ സ്ട്രോങ് ആകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് തന്ന സ്റ്റോക്കാണ്. എക്സൈഡിൻ്റെയും വെള്ളിയാഴ്ച രാവിലെ പറഞ്ഞ സ്റ്റോക്കാണ്. എക്സൈഡിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ എക്സൈഡിൻ്റെ ഒരു മോർണിംഗ് സ്റ്റാർ പാറ്റേൺ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ആദ്യം ഒരു സെൽ വന്നു, പിന്നെ ഒരു ഹാമർ വന്നു, അതിനുശേഷം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു. സംതിങ് മോർണിംഗ് സ്റ്റാർ പാറ്റേൺ ക്യാൻഡിൽ നമുക്ക് പറയാൻ സാധിക്കും. EH ഹോട്ടൽസ് ആണ് അടുത്ത്. EH ഹോട്ടൽസിന്റെ ഒരു ലെവൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ EH ഹോട്ടൽസ് ശരിക്കും ഈ ഒരു ലെവലിൽ EH ഹോട്ടൽസിന്റെ റെസിഡൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ വളരെയേറെ സാധ്യതയുണ്ട്. EH ഹോട്ടലിന്റെ പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ വോളറ്റിലിറ്റി കോൺട്രാക്ഷൻ ആണ് വന്നിരിക്കുന്നത്. കോൺട്രാക്ഷൻ നോക്കാൻ നേരത്തെ ഇതാണ് ഫസ്റ്റ് കോൺട്രാക്ഷൻ ലെവൽ. അതിനുശേഷം കോൺട്രാക്ഷൻ്റെ സെക്കൻഡ് കോൺട്രാക്ഷൻ വന്നിരിക്കുന്നത് ഇവിടെ ഈ ഒരു ലെവലാണ്. സെക്കൻഡ് കോൺട്രാക്ഷൻ ലെവൽ വന്നിരിക്കുന്നത്. ആദ്യ വോളറ്റിലിറ്റി കോൺട്രാക്ഷനിൽ 13.48 ആണ് സ്റ്റോക്ക് താഴെ പോയത്. രണ്ടാമത്തെ കോൺട്രാക്ഷനിൽ സ്റ്റോക്ക് 8.86% ആണ് താഴെ പോയത്. സോ ഇറ്റ്സ് വർക്ക്സ് ആസ് എ ബ്യൂട്ടിഫുൾ വോളറ്റിലിറ്റി കോൺട്രാക്ഷൻ. ആൻഡ് RSI 58 സപ്പോർട്ട് എടുത്ത് RSI ഒരു അപ് ട്രെൻഡ് ലെവലിലേക്ക് നിൽക്കുകയാണ്. നമുക്ക് ഈ തീർച്ചയായും സ്റ്റോക്കിനെ വാച്ച് ചെയ്യാം. അടുത്ത വേദാന്തയാണ്. വേദാന്ത ഹായ് ഫ്രണ്ട്സ്, ഷോർട്ട് സ്വിംഗ് ട്രേഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഷോർട്ട് സ്വിംഗ് ട്രേഡ് എന്ന് വെച്ചാൽ സെയിം ക്വാർട്ടറിൽ എൻട്രിയും സെയിം ക്വാർട്ടറിൽ തന്നെ എക്സിറ്റും ബേസ്ഡ് ഓൺ റിസൾട്ടിൻ്റെ ബേസിലുള്ള എൻട്രി എക്സിറ്റാണ് പ്ലാൻ ചെയ്യുന്നത്. ചെറിയ ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് മാക്സിമം എന്ത് പ്രോഫിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും ആ പ്രോഫിറ്റിൻ്റെ ബേസിലാണ് നമ്മൾ ഷോർട്ട് സ്വിംഗ് ട്രേഡിൽ നമ്മൾ കയറുന്നതും ഇറങ്ങുകയും ചെയ്യുന്നത്. സോ ഈ ഒരു കൺസെപ്റ്റിൻ്റെ പുറത്തുള്ള എൻ്റെ 28 ഡേയ്സ് ഓഫ് മെൻറ്റർഷിപ്പ് ബൈ മെയ് 2nd വീക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ്. ബേസിക്കലി ഇതിൻ്റെ അകത്തുള്ള കാര്യം 28 ഡേയ്സിൽ നമ്മൾ ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാണെന്ന് വെച്ചാൽ ആദ്യത്തെ 6 ദിവസം സ്ട്രോങ് ആൻഡ് ഡീപ്പ് ഫണ്ട് അനാലിസിസ്. ദാറ്റ് മീൻസ് മൾട്ടി ബാഗർ പിക്ക്, എങ്ങനെയാണ് ഇമ്പാക്ട്ഫുൾ റിസൾട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നത്,
എങ്ങനെയാണ് ഫണ്ടേലെ കുറച്ച് സീക്രറ്റ്സ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ക്വാർട്ടർ റിസൾട്ട് നമ്മൾ കമ്പയർ ചെയ്ത് അനലൈസ് ചെയ്യുന്നത്, ക്രെഡിറ്റ് റിപ്പോർട്ട്സ്, മ്യൂച്വൽ ഫണ്ട്സ് ഹോൾഡിംഗ്, കുറേ കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാനുണ്ട്. അതിനുശേഷമുള്ള ബാക്കിയുള്ള 22 ഡേയ്സ് എന്ന് പറയുന്നത് ബിഹേവിയർ പാറ്റേണും ടെക്നിക്കൽ അനാലിസുമാണ് നമ്മൾ പഠിക്കുന്നത്. ബേസിക്കലി നമ്മൾ പ്രൈസ് ആക്ഷൻ ട്രേഡ് ആണ്, പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള സീക്രറ്റ്സും അതിൻ്റെ സിഗ്നിഫിക്കൻസുമാണ് നമ്മൾ ബേസിക്കലി ഫോക്കസ്ഡ് ആയിട്ടുള്ളത്. ഒബ്സർവേഷനാണ് നമ്മൾ ബേസിക്കലി നമ്മുടെ മീഡിയം. ഒബ്സർവേഷനിൽ നിന്ന് നമ്മൾ ഇൻഫറൻസിലേക്ക് മാറും. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ 28 ഡേയ്സ് ഓഫ് മെൻറ്റർഷിപ്പ് നമ്മൾ പഠിക്കുന്നത്. സോ ഈ വരുന്ന മെയ് മാസം സെക്കൻഡ് വീക്കിലാണ് നമ്മുടെ നെക്സ്റ്റ് 28 ഡേയ്സ് ഓഫ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ prosip23@gmail.com നിങ്ങൾ മെയിൽ ചെയ്താൽ ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് ഡീറ്റെയിൽ അയച്ചു തരുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അടുത്ത വേദാന്തയാണ്. വേദാന്ത കറക്റ്റായിട്ട് റെസിസ്റ്റൻസിൻ്റെ താഴെ അതിൻ്റെ മേളിൽ ക്രോസ് ചെയ്ത് പോയിട്ട് റെസിസ്റ്റൻസ് തൊട്ട് താഴെ ക്ലോസ് ചെയ്ത സ്റ്റോക്കാണ്. ആൻഡ് RSI സപ്പോർട്ടീവാണ് 79.99. RSI ഒരു എക്സോഷന് നിൽക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഒരുപക്ഷെ നമുക്ക് നാളത്തെ ക്യാൻഡിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കത്തില്ല. വിൽ വെയിറ്റ് ആൻഡ് സീ. അടുത്ത BSE ആണ്. BSE കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞ സ്റ്റോക്കാണ്. ആ BSE എന്ന് പറയുന്ന സ്റ്റോക്ക് കൊടുത്ത റിട്ടേൺ നോക്ക് ഈ ലെവലിൽ BSE റെസിസ്റ്റൻസിലാണ്. BSE ശരിക്കും റെസിസ്റ്റൻസിൻ്റെ ലെവലിൽ BSE ഹോൾഡ് ഓൺ ചെയ്യുന്നത് വലിയൊരു ഫാക്ടറാണ് സ്റ്റോക്കിനെ സംബന്ധിച്ച്. അതിന് സ്റ്റോക്കിൻ്റെ മൊമെൻറ്റം ബ്യൂട്ടിഫുൾ ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. അടുത്ത റെപ്കോമാണ്. പുതുതായിട്ട് നമ്മുടെ കാറ്റഗറി വന്ന സ്റ്റോക്കാണ് റെപ്കോം. റെപ്കോം നിങ്ങൾ നോക്കാൻ നേരത്തെ ഒരു എന്താ പറയുക, ഒരു ഇൻസെറ്റ് ക്യാൻഡിൽ പാറ്റേണിലാണെന്ന് വേണമെങ്കിൽ പറയാം. കറക്റ്റ് ഇൻസെറ്റ് ക്യാൻഡിൽ പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു ക്യാൻഡിൽ ഒരു ഹാമർ ക്യാൻഡിലെ ലോ അതിൻ്റെ തൊട്ട് താഴെ പോയത്. പക്ഷേ ലുക്സ് വെരി ബ്യൂട്ടിഫുൾ ആക്ച്വലി ആൻഡ് പവർഫുൾ മൊമെന്റത്തിൽ കിടക്കുന്ന സ്റ്റോക്കാണ്. അടുത്ത ലാസ്റ്റ് സ്റ്റോക്ക് ധാനികയാണ്. ധാനിക നമ്മൾ വെള്ളിയാഴ്ചത്തെ രാവിലെ ഉണ്ടായിരുന്ന സ്റ്റോക്കാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. തീർച്ചയായും ഇതും ഒരു മോർണിംഗ് സ്റ്റാർ പാറ്റേണിൽ ഡെവലപ്പ് ചെയ്ത സ്റ്റോക്കാണെന്ന് മനസ്സിലാക്കുക.